നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും വൈറൽ ചായയിലേക്ക്. പുതിയ സെഗ്മെൻ്റാണ് നമ്മൾ ഇന്ന് തൊട്ട് തുടങ്ങുകയാണ്. എല്ലാ ദിവസവും രാത്രി 8:30 തൊട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ പല പല ചർച്ചകൾ, വാർത്തകൾ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പല സ്റ്റോറികളും സിനിമാ വാർത്തകളും ഒക്കെ തന്നെയായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ആദ്യത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംസാര വിഷയമാകുന്നതാണ്, അതായത് ധനുഷ്, രജനീകാന്ത്, കമൽഹാസൻ, ഇതൊക്കെ ഭയങ്കര ചർച്ചയാണല്ലോ. എന്താ കാര്യം? വേറൊന്നുമില്ല. ഇപ്പോൾ രജനീകാന്ത്, കമൽഹാസൻ്റെ സിനിമയ്ക്ക് ഒരു സംവിധായകനില്ല, അതാണ് പ്രശ്നം. അതായത് സുന്ദർ സി വഴി മാറിയല്ലോ. സുന്ദർ സി ആ വഴി അങ്ങ് പോയി. സുന്ദർ സി എന്ത് ചെയ്തു? സുന്ദർ സി ഒരു പോസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞു, ഓക്കെ ടാറ്റ ബൈ ബൈ, ഞാനില്ല എന്ന് പറഞ്ഞു. എങ്ങനെ? പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട്. രജനീകാന്തും കമൽഹാസനും കൂടെ ചേർന്ന് സിനിമയൊക്കെ പ്രഖ്യാപിച്ച് സുന്ദർ സിയുടെ കൂടെ ഫോട്ടോ ഇട്ട് മാലയിട്ട് ഹാരമൊക്കെ ഇട്ടിട്ട് 2 ദിവസം കഴിയുമ്പോൾ ദാ കിടക്കുന്നു സുന്ദർ സി പോസ്റ്റ് ഇടുന്നു, ഞാൻ പോകുന്നു, ബൈ ബൈ, ഞാനില്ല ഈ പടത്തിൽ, എനിക്ക് വ്യക്തിപരമായ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട് എന്നാണ് സുന്ദർ സി പറയുന്നത്. എന്തായാലും സുന്ദർ സി പോയ ഒഴിവിൽ കമൽഹാസൻ, രജനീകാന്തും കൂടെ ചേർന്ന് ഇപ്പോൾ സംവിധായകരെ തേടുകയാണ്. ഒരു പോസ്റ്റ് ഇടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാൻ സംവിധായകരെ തേടുന്നു, ഇത്ര മുതൽ ഇത്ര വയസ്സ് വരെയുള്ളവർക്ക് മുൻഗണന, പ്രായം ഇത്രയായിരിക്കണം, ഇത്ര സിനിമകളൊക്കെ ചെയ്യണം എന്നൊക്കെ ആയിരിക്കാം. കാരണം കുറേ സംവിധായകരെയൊക്കെ തേടിയിട്ടാണ് അവസാനം സുന്ദർ സിയിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ധനുഷ് ഇപ്പോൾ സംവിധാന രംഗത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് അമ്മായി അച്ഛൻ മരുമകനെ തേടി പോവുകയാണോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യം വൈറലായി നിൽക്കുന്നത്. ഹാഷ്ടാഗ് ധനുഷ്, ഹാഷ്ടാഗ് രജനീകാന്ത്, ഹാഷ്ടാഗ് കമൽഹാസൻ ഒക്കെ തന്നെ വളരെയധികം വൈറലായിട്ടും കൂടെ നിൽക്കുകയാണ്. ഒന്ന് കുടിച്ചോട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ധനുഷിനേക്കുള്ള സാധ്യതകൾ കൂടുകയാണോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അതായത് ധനുഷ് വരികയാണെങ്കിൽ എന്തായിരിക്കും വരിക? ധനുഷിൻ്റെ അവസാനത്തെ 2 സിനിമകൾ നോക്കിയേ. ധനുഷ് ആദ്യം കുറച്ച്, അതായത് ഈ 2 സിനിമകൾക്ക് മുന്നേ ആയിട്ട് സംവിധാനം ചെയ്ത അതിൽ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നിലവക്ക് MLA ND ഗോപോ എന്നുള്ളതാണ്. അത് നിലവക്ക് മാത്രമല്ല, കണ്ട എല്ലാ ജനങ്ങൾക്കും കോപം ഉണ്ടായിട്ടാണ് ആ സിനിമ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ധനുഷ് തന്നെ നായകനായിക്കൊണ്ട് ഇഡ്ഡലി കട എന്ന് പറഞ്ഞൊരു പടം ഇറക്കി. അത് പിന്നെ ഏത് വഴിക്ക് പോയെന്ന്, ഇഡ്ഡലി പോലും കഴിക്കാനുള്ള കാശ് പ്രൊഡ്യൂസറിന് കിട്ടിയോ എന്നുള്ള സംശയങ്ങളൊക്കെ നിൽക്കുകയാണ്. അത് അപ്പോൾ അവിടെയൊക്കെ നിൽക്കട്ടെ. അപ്പോൾ ധനുഷിൻ്റെ ഒരു പ്രശ്നവും കൂടി നിലനിൽക്കേ ഇനി ധനുഷ് സംവിധാനത്തിലേക്ക് വരികയാണെന്നുള്ളതാണ് ചോദ്യം. കാരണം ഇപ്പോൾ അവസാനമായി വന്ന ഈ ഫിലിമോഗ്രഫിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്ര നല്ല പേരൊന്നുമല്ല ധനുഷിനുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ധനുഷിനെ സംവിധാന രംഗത്തേക്ക് കൊണ്ടുവരാനാണോ നോക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും സുന്ദർ സി വഴിമാറിയതോടുകൂടി കമൽഹാസൻ ഒരു കാര്യം പറഞ്ഞു. കമൽ എന്താ പറഞ്ഞത്? ഈ സിനിമ രജനി പടമാണ്, ഈ സിനിമ രജനി പടമായതുകൊണ്ട് തന്നെ രജനിക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രിപ്റ്റ്, രജനിക്ക് ഇഷ്ടപ്പെടുന്ന സംവിധായകൻ, ആ രീതിയിൽ ഞാൻ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുള്ളൂ എന്ന് കമൽ പറയുകയും ചെയ്തു. പിന്നെ രജനിയുടെ അവസാനത്തെ ഫേസിലെ കരിയറിലാണ് രജനി എത്തി നിൽക്കുന്നത്. കാരണം അടുത്ത സിനിമ കമലിനോടൊപ്പം ചെയ്യുന്ന സിനിമ അതായിരിക്കും രജനിയുടെ അവസാനത്തെ സിനിമ എന്നുള്ളതും കൂടി വ്യക്തമാക്കിക്കൊണ്ട് തന്നെ കമൽ രജനി കോമ്പിനേഷനിൽ വരുന്നൊരു സിനിമ, എത്രയോ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നൊരു സിനിമയാണല്ലോ. ഇപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ വരുന്നൊരു പടവും കൂടി ആകുമ്പോഴേക്കും അത് ധനുഷായിരിക്കുമോ സംവിധാനം ചെയ്യുന്നത് ചോദ്യമുണ്ട്. ഇപ്പോൾ കാർത്തിക് സുബരാജിനെ തേടി പോകുന്നുള്ളതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ധനുഷാണ്. അപ്പോൾ അങ്ങനെ ധനുഷിലേക്ക് ഈ പ്രോജക്റ്റ് പോകുന്നുണ്ടോ, ധനുഷ് സംവിധാനം ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. അതൊരു വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? ആണ്. അതൊരു സോഷ്യൽ മീഡിയയിൽ വളരെയധികം ടോക്കായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ രജനിയുടെ പടം സംവിധാനം ചെയ്യാൻ ഒരു സംവിധായകനില്ലേ എന്നൊരു ചോദ്യം കൂടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഇനി കരുക്കൾ, ആരായിരിക്കും വരിക? ഇനി ധനുഷ് തന്നെ വരുമോ? ധനുഷിന് പകരം വേറെ ആരെങ്കിലും ഉള്ളതാണോ നറുക്ക് വീഴാനുള്ള സാധ്യത? ഒന്നും അറിയില്ല. പക്ഷെ പ്രഖ്യാപിച്ചൊരു സംവിധായകൻ തന്നെ പിൻവാതിലൂടെ തിരിച്ച് നടങ്ങിയിറങ്ങി പോകുന്ന ഒരു ഗതികെട്ട കാഴ്ച നമ്മൾ കണ്ടത് അടുത്തിടെയാണ്. അത് സുന്ദർ സി ആയിരുന്നു എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ പറയട്ടെ. എന്തായാലും കമൽ തന്നെ നിർമ്മിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി നാളെ കമൽ പിന്മാറുകയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും രജനിക്ക് ഇനി സംവിധായകനെ വേണം. ആ സംവിധായകൻ സ്വന്തം മരുമകനെ തന്നെ കളത്തിലിറക്കാനുള്ള ഒരു പരിപാടിയാണോ എന്നുള്ളതൊക്കെ നോക്കിയിരുന്ന് കാണാം. ധനുഷിൻ്റെ വാർത്തയിലേക്ക് നേരെ കടന്നിട്ട് നമുക്ക് കോളിവുഡിൽ കുറച്ച് കിടന്ന് കറങ്ങാം. തമിഴ് സിനിമാ മേഖലയിലേക്ക് കുറച്ചൊന്ന് കറങ്ങിയിട്ട് നമുക്ക് തിരിച്ച് മലയാളത്തിലേക്കൊക്കെ വരാം. എന്തായാലും ധനുഷ് കഴിയുമ്പോൾ നമുക്ക് നേരെ പോകേണ്ടത് വിജയിലേക്കാണ്. വിജയ് വാർത്തകൾക്ക് വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമുക്കറിയാലോ, കരൂർ ദുരന്തമൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വിജയ്ക്ക് കുറച്ചധികം ഒരു ചെറിയ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പോലും ജനനായകൻ്റെ ആദ്യത്തെ ഗാനം തളപതി കച്ചേരിയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി. അത് പിന്നെ വ്യൂ കയറിയത് ബോട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചുമ്മാ വെറുതെ പറയുന്നതായിട്ടൊക്കെ നമുക്ക് കൂട്ടാം. എന്തായാലും അതൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ഇപ്പോൾ 50 മില്യൺ വ്യൂ ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ചധികം വ്യൂ ബോട്ടാണെന്നൊക്കെ വിജയ് വിമർശകർ പറയുന്നുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. എന്തായാലും വിജയ്ക്കുള്ള ആരാധകരുടെ കുറവ് യാതൊരു ഇതും ഇല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. ആണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ ഓഡിയോ ലോഞ്ച്, അതാണല്ലോ നമുക്ക് അടുത്ത ചടങ്ങ്. പ്രത്യേകിച്ച് ജനുവരി 9 റിലീസ്. ജനുവരി 9 റിലീസ് ആകുമ്പോഴേക്കും അതിന് ഓഡിയോ ലോഞ്ച് നടക്കണം. ഓഡിയോ ലോഞ്ച് എവിടെ വെച്ചാണ്? ഓഡിയോ ലോഞ്ച് അങ്ങ് ദൂരെ മലേഷ്യയിൽ എന്നൊക്കെ നമ്മൾ ഹാപ്പി ഹസ്ബൻഡ് സിനിമയിൽ പറയുന്ന പോലെ ഹാപ്പി ഹസ്ബൻഡ് സിനിമയിലെ ആ ഡയലോഗ് അന്വർത്ഥമാക്കുന്ന രീതിയിലേക്ക് സിനിമയുടെ ഓഡിയോ ലോഞ്ച് മലേഷ്യയിലാണോ എന്നുള്ള ചോദ്യങ്ങൾ നിൽക്കുകയാണ്. അത് വളരെയധികം കുറച്ച് ചർച്ചയായിട്ട് കുറച്ച് റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഒന്നും ഔദ്യോഗികമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. ആ റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ്:
ദളപതി 69 എന്ന എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് അങ്ങ് മലേഷ്യ വെച്ച് നടത്താൻ പോവുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അത് എന്തുകൊണ്ട് മലേഷ്യയിൽ കാരണങ്ങൾ പലതാണ് എന്നുള്ളതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ. ആ ചർച്ചകൾ പലവിധമാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് കരൂർ ദുരന്തമൊക്കെ നടന്ന പശ്ചാത്തലത്തിൽ വിജയെ കാണാൻ വേണ്ടി ഒത്തുകൂടാൻ വേണ്ടി പല പല ആളുകൾ വരുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമാകാം. ഒരു സ്റ്റാമ്പെറ്റിലേക്കൊക്കെ കഴിഞ്ഞ തവണ മാറിയതുപോലെ 41 മരണങ്ങളാണ്. അത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. 41 ജീവനുകളാണ് പൊലിഞ്ഞത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വിജയ് നേരെ പോയി മലേഷ്യയിൽ വെച്ചൊരു ഓഡിയോ ലോഞ്ച് നടത്താനുള്ള പരിപാടികളാണോ എന്നുള്ളതൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കരൂർ ദുരന്തമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ മലേഷ്യയിൽ വെച്ച് നടത്താനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ള ചെറിയ ചെറിയ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. എന്താണ് ദളപതി 69 അഥവാ ജനനായകനിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്? പലരും പറയുന്നത് ഇത് ബാലയ്യയുടെ സിനിമയായ ഭഗവന്ത് കേസരിയുടെ റീമേക്കാണ് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് മാമിതയുടെ കഴുത്തിലുള്ള മാല, അതൊക്കെ പ്രത്യേകിച്ച് ശ്രീലീലയുടെ കഴുത്തിലും അതേ മാല കണ്ടതായി പലരും പറയുന്നുണ്ട്. അത് ബാലയ്യയുടെ പടത്തിലെ അതേ മാല തന്നെയല്ലേ ഈ മാല, ഇങ്ങനെയല്ലേ വരണം എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഭഗവന്ത് കേസരിയുടെ റീമേക്കാണോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല. പക്ഷേ ഭഗവന്ത് കേസരിയായിട്ട് സിനിമയ്ക്ക് ബന്ധമുണ്ട് ഇല്ല എന്നുള്ളത് വൈറൽ ചായയിൽ നിന്നുകൊണ്ട് ഹരി കൃത്യമായി ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പറയുകയാണ് പ്രേക്ഷകരെ. അതെന്തായാലും ഉണ്ടാകും. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലും കൂടി നമുക്ക് നിൽക്കാം. അപ്പോൾ അതുള്ളത് കൊണ്ട് എങ്ങനെയാണ് വരാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഭഗവന്ത് കേസരിയുടെ റീമേക്കിൽ ദളപതി വിജയ് അഭിനയിക്കുന്നു. എന്തിനാണ് ഒരു റീമേക്ക് പടം എടുത്ത് അവസാനത്തെ സിനിമയാക്കുന്നതെന്നൊക്കെ വിമർശകർ പറയും. പക്ഷേ അങ്ങനെ ഒരു കാര്യമാക്കുന്നില്ല. ആ സിനിമയുമായിട്ട് വിജയ് എന്തായാലും മുന്നോട്ട് പോകാനുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് നിൽക്കുന്നത്. ഓൺ ദ നോട്ട് അതും കൂടി പറയുമ്പോൾ ഓഡിയോ ലോഞ്ച് മലേഷ്യയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിജയ് ആരാധകർ വളരെയധികം വിഷമത്തിൽ തന്നെയാവും. തർക്കമൊന്നുമില്ലേ? ഇല്ല. കാരണം മാസ്റ്റർ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാവും. മാസ്റ്റർ കോവിഡ് വരുന്ന സമയത്ത് നിൽക്കുമ്പോഴേക്കും ഒരു ചെറിയ ഹോളിലാണ് ആ ഓഡിയോ ലോഞ്ച് പരിപാടി തന്നെ നടത്തിയത്. ബീസ്റ്റിനാവട്ടെ ഓഡിയോ ലോഞ്ച് പരിപാടിയേ ഉണ്ടായിരുന്നില്ല. വിജയും നെൽസനും കൂടി ചേർന്നൊരു ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും അറിയാം, വളരെയധികം വൈറലായി കോടികൾ വ്യൂ ഉണ്ടായിരുന്ന യൂട്യൂബ് വ്യൂ ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂവും കൂടിയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഓഡിയോ ലോഞ്ചുകൾ, ലിയോയുടെ ഓഡിയോ ലോഞ്ച് അതിഗംഭീര ഓഡിയോ ലോഞ്ച് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ മലേഷ്യയിൽ വെച്ച് ഓഡിയോ ലോഞ്ച് നടത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ആ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. റിപ്പോർട്ടുകളാണ്, ഉറപ്പിക്കാൻ കഴിയില്ല. അതും ഒരു പശ്ചാത്തലമാണ്. അങ്ങനെ നിൽക്കേ ഇനി അഥവാ ദളപതി 69 ജനനായകൻ്റെ ഓഡിയോ ലോഞ്ച് ഇന്ത്യയിലാണെന്ന് വിചാരിക്കും, ചെന്നൈയിലാണെന്നും വിചാരിക്കും, ജനക്കൂട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലേ? ഇല്ല. കാരണം എന്താ? വിജയുടെ അവസാനത്തെ സിനിമയാണ്. വിജയുടെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരുപാടുണ്ടാകും. അത് കാണാൻ വേണ്ടി ഓഡിയോ ലോഞ്ചിൽ വരാം. കാരണം വിജയുടെ ഓഡിയോ ലോഞ്ചുകളുടെ പ്രത്യേകത എന്താണ്? വിജയുടെ ഓഡിയോ ലോഞ്ചുകളുടെ പ്രത്യേകത രാഷ്ട്രീയക്കാരനായ വിജയുടെ പ്രസംഗം കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമുക്ക് വിജയുടെ ഓഡിയോ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. അല്ലാതെ തന്നെ തമിഴക വെട്ടക്കഴകത്തിലൂടെ വിജയ് ഇപ്പം നല്ല രീതിയിൽ രാഷ്ട്രീയം പ്രസംഗിക്കുന്നുണ്ട്. ഇനി ഓഡിയോ ലോഞ്ചിലും കൂടി അത് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു പക്ക രാഷ്ട്രീയക്കാരനെ കാണാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഓഡിയോ ലോഞ്ച് വഴി മാറിപ്പോവുക എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കാം അതിൻ്റെ കൂട്ടത്തിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് വൈറൽ ചായയിലൂടെ സംസാരിക്കാം. ആ സംസാരത്തിലൂടെ തന്നെയാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും വിജയുടെ സിനിമാ ജീവിതവും കൂടി ഉറ്റുനോക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവനയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളത് വേണം വ്യക്തമാക്കാൻ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ മലേഷ്യയിൽ വെച്ച് നടക്കുമോ ഓഡിയോ ലോഞ്ച് എന്നുള്ളതും കൂടി ഒരു ചർച്ചാ വിഷയമാണ്. എന്തായാലും വിജയ് ആരാധകർക്ക് ചെറിയ നിരാശ തന്നെയുണ്ട്. വിജയെ ഓഡിയോ ലോഞ്ചിൽ അങ്ങനെ നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം അവരും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും അത് റിപ്പോർട്ടുകൾ മാത്രമാണ്, സ്ഥിരീകരിച്ചിട്ടില്ല. ഓഡിയോ ലോഞ്ച് എന്നൊക്കെ പറയുമ്പോഴല്ലേ, അല്ലെങ്കിൽ നമ്മൾ സിനിമാ ലോഞ്ചുകളൊക്കെ പറയുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം ഒരു ലോഞ്ച് നടന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു ടൈറ്റിൽ ലോഞ്ചാണത്. അത് നടന്നത് SS രാജമൗലി എന്ന ബ്രഹ്മാണ്ഡ സംവിധായകൻ്റെ സിനിമ, മഹേഷ് ബാബു നായകനാകുന്ന, പൃഥ്വിരാജ് സുകുമാരൻ വില്ലൻ വേഷത്തിലെത്തുന്ന, പ്രിയങ്ക ചോപ്ര വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സിനിമയിലേക്ക് എത്തുന്ന വാരണാസി എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ഹൈദരാബാദ് രാമോജിറാവു സിറ്റി വെച്ച് നടന്നു. ഒരു കാര്യം പറയാമല്ലോ, ഞാൻ ആ ലോഞ്ചിലുണ്ടായിരുന്നു കേട്ടോ. ആ ലോഞ്ചിൽ ഞാൻ പങ്കെടുത്തു. ആ ലോഞ്ചിൽ ഹൈദരാബാദിലേക്ക് ഞാൻ പോയി ഫ്രണ്ട് സീറ്റിൽ, ഫ്രണ്ട് റോയിൽ പറഞ്ഞു, ഞാൻ കുടിക്കുന്ന ചായയാണ് സത്യം, നുണയല്ല, ഏകദേശം ഫ്രണ്ട് റോയിൽ തന്നെ ഇരിക്കാൻ പറ്റി. രാജമൗലിയൊക്കെ നേരിട്ട് കാണാൻ പറ്റി, പൃഥ്വിരാജിനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റി. രാജമൗലിയൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് സത്യമാണ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ കണ്ടു രാജമൗലിയെ നേരിട്ട് കണ്ടു. കുറച്ച് നേരം ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റും. ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു കേട്ടോ. അത് കാണണം കേട്ടോ. രാമോജിറാവ് ഫിലിം സിറ്റി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ഫിലിം സിറ്റി കാണുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും ക്രൗഡ്, എന്നാ ക്രൗഡായിരുന്നു അറിയോ? നേരത്തെ പിടിച്ച് ക്രൗഡ്, ബഹളം, മേളമായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ടൈറ്റിൽ ലോഞ്ച് നേരിട്ട് പോയി ഫിറ്റ്നസ് ചെയ്യുക എന്ന് പറയുന്നത്. പറയാൻ വന്നതല്ല, ഞാൻ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു എന്നെനിക്ക് മനസ്സിലായി. പറയാൻ വന്നത്, ആ ഒരു ലോഞ്ച് പരിപാടി നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ച്, എന്നാ രസമായിരുന്നു. അതായത്
അവിടെ എല്ലാവരും പ്രസംഗിച്ചു കേട്ടോ. ഇപ്പോൾ കീരവാണി പ്രസംഗിച്ചു, രാജമൗലി പ്രസംഗിച്ചു, മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര എല്ലാവരും സംസാരിച്ചു. പക്ഷേ പൃഥ്വിരാജ് സംസാരിച്ചപ്പോൾ ഒരു എടുപ്പുണ്ടായിരുന്നു, ഒരു ഗത്തുണ്ടായിരുന്നു. അത് ആ ഇംഗ്ലീഷൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നൈൽ നദി ഒഴുകുന്നത് പോലൊരു ഒഴുക്കുമായിരുന്നു. ഞാൻ പറയുന്നത്, നമ്മൾ എന്തോരം ആ മനുഷ്യനെ വിമർശിച്ചിട്ടുണ്ടല്ലേ, പൃഥ്വിരാജ് കുമാർ എന്ന നടനെ. അദ്ദേഹത്തിൻ്റെ കാലത്തിൽ സിനിമ വന്നതിന് ശേഷം ഇപ്പോഴും അദ്ദേഹത്തെ ട്രോളുന്ന പല പരിപാടികൾ. ഇപ്പോൾ കലണ്ടറിൽ ആ പാട്ട്, ആ സോജപ്പൻ പാട്ടൊക്കെ എടുത്ത് 4K റീമാസ്റ്ററൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും ട്രോളുകൾ വളരെ ശക്തമായി നടക്കുന്നുണ്ട്. പക്ഷേ ട്രോളുന്നവർക്ക് പോലും അറിയാതെ വളരെ തമാശയായിട്ട് ട്രോളുന്ന കാണാം. അത് വളരെ സീരിയസ് ആയിട്ട് പൃഥ്വിരാജ് എന്ന നടനെ ട്രോളുന്നതല്ല, ആ സിനിമയെ മാത്രം ട്രോളി, ആ സിനിമയിലെ കഥാപാത്രത്തെ മാത്രം ട്രോളുന്നതാണ്. ചില നടന്മാരെ അങ്ങനെയല്ല, അവർ മൊത്തത്തിൽ നമുക്ക് അറിയാമല്ലോ ട്രോളുന്ന പരിപാടിയുണ്ട്. പക്ഷേ അത് മാത്രമല്ല. ഞാൻ പറയുന്നത് പൃഥ്വിരാജ് എന്ന ആക്ടറിൻ്റെ ഗ്രാഫാണ്. അത് എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതുപോലൊരു വേദിയിൽ നിന്ന് സംസാരിക്കുക, രാജമൗലി പടത്തിൽ വില്ലനാവുക, അത് രോമാഞ്ചം. ഒരു മലയാള നടൻ ഒരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ പാൻ വേൾഡ് ആക്ടർ എന്ന രീതിയിലേക്ക് മാറുന്നൊരു രോമാഞ്ചിഫയിങ് മൊമെൻ്റ് ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഒരു ടൈറ്റിൽ ലോഞ്ചാണ് അവിടെ വെച്ച് നടന്നത്. ആൻഡ് പൃഥ്വിരാജ് സുകുമാരൻ മാൻ, ഹി ഹാസ് ഡെലിവേർഡ് എ മാസ്റ്റർ പീസ്. എന്തൊരു സ്പീച്ചായിരുന്നു, എന്തൊരു പ്രസംഗമായിരുന്നു അത്. ആ പ്രസംഗം കേൾക്കാൻ തന്നെ എന്ത് രസമായിരുന്നു. അങ്ങനെയുള്ളൊരു പരിപാടി, പൃഥ്വിരാജ് എന്ന നടൻ്റെ ഗത്ത് കാണിക്കുന്നൊരു പരിപാടി പോലെയായിരുന്നു അത്. ആൻഡ് മോറോവർ കുംഭ എന്ന കഥാപാത്രം, അത് നമ്മൾ അതിലും ട്രോളുണ്ട്, മറ്റേ വീൽ ചെയർ ട്രോൾ, ഒന്നും അല്ല സംഭവം. ഞാൻ പറയണത്, ഈ ട്രോളെന്ന് വിമർശിക്കുന്നതൊന്നും അല്ല വിഷയം. എന്നാൽ എല്ലാ നടന്മാരെയും ട്രോളും വിമർശിക്കും. ലാലേട്ടൻ്റെ ഒരു മോശമായിട്ട് പടം ഇറങ്ങിയ ലാലേട്ടനെ നമ്മൾ ട്രോളാറുണ്ട്. പക്ഷെ അതല്ല, ഈ മനുഷ്യൻ്റെ സ്വപ്നം. ഒരു 10 വർഷം 15 വർഷം മുമ്പുള്ള ഇൻ്റർവ്യൂകളിൽ പൃഥ്വിരാജിനെ കണ്ടാൽ മതി. അദ്ദേഹം പറയാറുണ്ടല്ലോ, എനിക്ക് ഇന്നൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങണം, എനിക്ക് 3-4 ഭാഷകളിൽ അഭിനയിക്കണം. ഇതൊക്കെ ഹി ഡിഡൻ മാൻ. അയാൾ ചെയ്തു എടുത്തത്, അയാളത് ചെയ്യുക മാത്രമല്ല, അയാളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ മലയാള സിനിമയുടെ യശസ് ഉയർത്തുക. അദ്ദേഹം അവസാനം സംവിധാനം ചെയ്ത സിനിമ ആയിക്കോട്ടെ, അതിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വരണം. പക്ഷേ ആ സിനിമ എത്തിപ്പെട്ട ബാനറുകൾ, ആ സിനിമ സംസാരിച്ചത്, ഇന്ത്യ ഒട്ടാകെ സംസാരിച്ചത്, അയാൾ ഹിന്ദി സിനിമകൾ ചെയ്യുന്നു, തെലുങ്ക് സിനിമകൾ ചെയ്യുന്നു, തമിഴ് പടങ്ങൾ ചെയ്യുന്നു. തമിഴ് പടത്തിൽ മികച്ച നടനായി. ഞാൻ പറഞ്ഞ കാവ്യ തലവിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലുള്ള സിനിമകളൊക്കെ കൊണ്ടുവരുന്നു. അയാളുടെ പ്രൊഡക്ഷൻ കമ്പനി, പൃഥ്വിരാജ് എന്ന നടൻ പോകുന്ന വഴികൾ, ഇൻഡസ്ട്രി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണല്ലോ രാജമൗലി പ്രസംഗത്തിന് ശേഷം എന്താ മാഷ അടിപൊളി എന്ന് രാജമൗലി വരെ പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അതിനുശേഷം പൃഥ്വിരാജ് പറഞ്ഞ മറുപടി നമുക്ക് കൊച്ചിയിൽ കാണണം സാർ എന്നുള്ളതാണ്. അങ്ങനെ ഒരു മനുഷ്യൻ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ബൗണ്ടറികളൊക്കെ താണ്ടിക്കൊണ്ട് ഏതൊക്കെയോ എവിടെയൊക്കെയോ കൊണ്ടുപോകുന്ന പൃഥ്വിരാജ് സുകുമാരനെ തന്നെയാണ് ഞാൻ പെട്ടെന്ന് അതുമായിട്ട് കണക്ട് ചെയ്തത് കേട്ടോ. നമ്മൾ ലോഞ്ച് പരിപാടി എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ നേരെ ഒരു ടൈറ്റിൽ ലോഞ്ച് ഓഫ് വാരണാസി കൂടി വന്നതാണ്. എന്തായാലും 2027 ആട്ടോ പടം റിലീസ് ചെയ്യാൻ പോകുന്നത്. കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു VFX പരിപാടി, ഷോർട്സ് രാജമൗലി തന്നെ പറഞ്ഞായിരുന്നു. അത് ആ ഒരു നമ്മളിപ്പോൾ കണ്ട ടൈറ്റിൽ റിവീൽ വീഡിയോ ഉണ്ടല്ലോ, അത് ഏകദേശം 1 വർഷം എടുത്താണ് അത് ആയത്. കാരണം അവർ VFX പരിപാടി അതെല്ലാം റെൻഡർ ചെയ്തെടുക്കാൻ പോലും കുറേ സമയം എടുത്തു. 1 വർഷമാണ് ആ വീഡിയോയുടെ ഔട്ട്പുട്ടിന് വേണ്ടി അത് വെയിറ്റ് ചെയ്തെന്ന് പറയും. സോ വി വെയിറ്റിംഗ്. എന്താണ് ആ മാസ്റ്റർ ക്ലാസ് പരിപാടി ഫ്രം രാജമൗലി എന്നുള്ളത് വെയിറ്റിംഗ് ആണ്. ബാഹുബലിയും RRRും ഈ ഗെയിം മഗധീരയും ഒക്കെ തന്ന ആ മനുഷ്യൻ എന്ത് പുതിയ ലോകമാണ് ഉണ്ടാക്കി വെക്കാൻ പോകുന്നത് എന്നുള്ളൊരു വലിയ കാത്തിരിപ്പിലാണ്. ആൻഡ് അതിൽ പൃഥ്വിരാജ് സുകുമാരൻ ഒരു ഭാഗമാകുന്നു എന്നുള്ളത് മലയാളി എന്ന രീതിയിൽ കുറച്ചുകൂടെ അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ആ മലയാളി എന്ന രീതിയിൽ അഭിമാനം ഉണ്ടാക്കുമ്പോൾ പൃഥ്വിരാജ് സുകുമാരനുമായി റിലേറ്റ് ചെയ്ത് ഇപ്പോൾ അടുത്തിടെ നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താണ്? ദാറ്റ് ഇസ് എമ്പുരാൻ. ആ സിനിമ റിലീസായി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും എമ്പുരാൻ സംസാരിക്കപ്പെടുകയാണ്. വിലായത് ബുദ്ധയുടെ പ്രൊമോഷൻ പരിപാടിയുടെ ഇടയിലാണ് പൃഥ്വിരാജ് ഈ ഒരു കാര്യം പറയുന്നത്. എന്താ പറയുന്നത്? പൃഥ്വിരാജ് പറയുന്നത്, ഈ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട്, എമ്പുരാൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് ഞാൻ നായക നടനോടും നിർമ്മാതാവിനോടും ഒക്കെ സംസാരിച്ചു. വെയിറ്റ് എ മിനിറ്റ്, ഒന്നുകൂടെ ആവർത്തിക്കൂ. നായക നടനോടും നിർമ്മാതാവിനോടും. നായക നടനാരാണ്? ലാലേട്ടൻ. നിർമ്മാതാവാരാണ്? ആൻ്റണി പെരുമ്പാവൂർ. രണ്ടുപേരുടെയും പേര് പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞിട്ടില്ല. പറയാത്തത് എന്തുകൊണ്ടാണെന്നും അറിയില്ല. ഒരു ഫ്ലോയിൽ നായകനും നിർമ്മാതാവും എന്ന് പറഞ്ഞതാണെങ്കിൽ ആയിക്കോട്ടെ, വൈറൽ ചായ തർക്കിക്കുന്നില്ല, ചായ വൈറലാക്കാൻ നോക്കുന്നുമില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ലാലേട്ടൻ എന്ന വ്യക്തിയുടെ പേരോ ആൻ്റണി പെരുമ്പാവൂർ എന്ന വ്യക്തിയുടെ പേരോ പൃഥ്വിരാജ് അതിനകത്ത് പറഞ്ഞിട്ടില്ല. നായകനും നിർമ്മാതാവും എന്നാണ് കോട്ട് ചെയ്തത്. ഉടനെ പറയരുത് ഞാൻ പഴയ രേവതി നടിമാർ എന്ന് മോഹൻലാൽ വിളിച്ച കാര്യം, അതുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. ഞാൻ പറയുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ? ലൂസിഫർ റിലീസാവുന്ന സമയത്തോ എമ്പുരാൻ റിലീസാവുന്ന സമയത്തോ ഒക്കെ പൃഥ്വിരാജ് ലാലേട്ടൻ മോഹൻലാൽ ലാലേട്ടൻ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പൃഥ്വിരാജ് എമ്പുരാൻ റിലീസിന് ശേഷം മാത്രം എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്നതൊരു സ്വാഭാവികമായിട്ടും വെറുതെ നടനും നിർമ്മാതാവും എന്ന് വിളിച്ചതൊന്നുമല്ല. ശരി, ഞാൻ പറയാൻ വന്നതൊന്നുമല്ല.
പക്ഷേ ഞാൻ പറയാൻ വരുന്നത് പൃഥ്വിരാജ് എന്ന നടന് നേരെ അന്നുണ്ടായ സൈബർ ബുള്ളിങ് ആക്രമണങ്ങളൊക്കെ തന്നെ പറഞ്ഞു. പൃഥ്വിരാജ് തന്നെ ഒഫീഷ്യലി പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. അത് അന്ന് ലാലേട്ടൻ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് FB പോസ്റ്റ് ഇട്ടപ്പോൾ പോലും പൃഥ്വിരാജ് അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല കേട്ടോ. പൃഥ്വിരാജ് അത് റീഷെയർ മാത്രമാണ് ചെയ്തത്. അതായത് ആ പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്തു എന്നുള്ളതാണ്. തിരക്കഥാകൃത്തായ മുരളി ഗോപി ഒന്നുമേ ചെയ്തില്ല. ആന്റണി പെരുമ്പാവൂരും അത് ചെയ്തു. മുരളി ഗോപി ഒരു അക്ഷരം എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല. മുരളി ഗോപി പറഞ്ഞത് ഇത് എൻ്റെ കണ്ടൻറ്റാണ്, ഞാൻ എഴുതിയ സിനിമ ഇതാണ്, എൻ്റെ തിരക്കഥ ഇതാണെന്ന് തന്നെയാണ് മുരളി ഗോപി അതിനുശേഷമുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞു വരുന്നത്. പൃഥ്വിരാജ് ആവട്ടെ അന്ന് ഒന്നും പറഞ്ഞിരുന്നില്ല, അത് റീഷെയർ ആണ് ചെയ്തത്. ഇന്നും മാപ്പ് പൃഥ്വിരാജ് പറയുന്നില്ല. മാപ്പോ ഖേദപ്രകടനമോ ഒന്നും പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. പൃഥ്വി പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഈ സിനിമയുടെ തിരക്കഥ ഞാൻ വായിച്ചു, എനിക്കിഷ്ടപ്പെട്ടു, അത് അതിൻ്റെ നായക നടനോടും നിർമ്മാതാവിനോടും പറഞ്ഞു. ആ രണ്ട് കാര്യങ്ങളും പൃഥ്വി വ്യക്തമാക്കുന്നുണ്ട്. അവർക്ക് ആർക്കും എതിർപ്പില്ല, ഈ സിനിമ ചെയ്യുന്നു, പ്രശ്നമാകുന്ന രീതിയിലേക്ക് മാറുന്നു. പക്ഷേ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി താൻ ഈ സിനിമ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പൃഥ്വി പറയുന്നത്. അതായത് പൃഥ്വിയുടെ കാര്യം വ്യക്തമാണ്. പൃഥ്വി പറയുന്നത് അങ്ങനെ ഒരു സാധനം ചെയ്യാൻ വേണ്ടി ഞാനൊരു സിനിമ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനൊരു FB പോസ്റ്റ് ഇട്ടാൽ പോലെ, ഇത്രയും കോടികൾ മുടക്കി എന്തിനാണ് ഞാനൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യുന്നത് എന്നുള്ളതാണ് പൃഥ്വി പറയുന്നത്. അന്ന് ഏറ്റവും ഉയർന്ന വിമർശനങ്ങൾ എന്താണ്? പൃഥ്വിരാജ് നായകനോടും നിർമ്മാതാവിനോടും കാണിച്ച ചതി, ആ നായകനെ അറിയിക്കാണ്ട് ഈ സിനിമ ചെയ്തു, കട്ട് ചെയ്ത ഭാഗത്തിൽ വേറെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സിനിമയിൽ ലാലേട്ടന് വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. ഇത് പറയുന്നത് പൃഥ്വിയുടെ കഥയാണ്, പൃഥ്വിയുടെ കഥാപാത്രത്തിൻ്റെ കഥയാണ്, അതുകൊണ്ട് ലാലേട്ടന് അറിഞ്ഞില്ല എന്നുള്ളതൊക്കെയാണ്. അത് കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പൃഥ്വി പറയുകയും ചെയ്തത്. ഇതിനകത്ത് പൊളിറ്റിക്കലി കറക്റ്റ് ചെയ്യാൻ ഒന്നുമില്ല. ഇത് എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ ചെയ്തു, അത് നായകനോടും പറഞ്ഞു, നിർമ്മാതാവിനോടും പറഞ്ഞു, കഴിഞ്ഞു എന്നുള്ളതാണ് പൃഥ്വിരാജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. വളരെ ബോൾഡ്, വളരെ ആവശ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെട്ട എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ മറുചോദ്യം ഇതാണ്, പിന്നെ എന്തുകൊണ്ട് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇത്രയും അധികം നിങ്ങൾക്ക് ആ കഥമേൽ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇത്രമേൽ ആ സിനിമയ്ക്ക് മേൽ ഇത്രയധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് റീസെൻസറിങ്ങിന് കൊടുത്തത്? 2-3 വിമർശനങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എന്തിനാണ് റീസെൻസറിങ്ങിന് കൊടുത്തു? ലാലേട്ടൻ എന്തിന് ഖേദം പ്രകടിപ്പിച്ചു? അത്രമാത്രം വൈറലായിരുന്നു, അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ രീതിയിലേക്ക് അന്ന് ഈ സിനിമയുടെ കഥ മാറി, സംസാരം മാറി എന്നുള്ളത് വ്യക്തമാണെങ്കിൽ പോലും നിങ്ങൾക്കത്ര ഉറപ്പുണ്ടായിരുന്നെങ്കിൽ സംവിധായകൻ സൃഷ്ടി ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ നിങ്ങൾ എന്തിന് അത് റീസെൻസറിങ്ങിന് കൊടുത്തു എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നെങ്കിൽ എവിടെ നിന്നും പ്രഷർ വന്നാൽ പോലും നിങ്ങൾക്കത് ചെറുക്കാമായിരുന്നു. നമ്മൾ അന്ന് തൊട്ട് തുടങ്ങിയ സ്റ്റോറി ബിൽഡിങ്ങും ഡെവലപ്മെൻറ്റും ഇന്നെത്തി നിൽക്കുന്ന സിനിമയും അല്ലേ സാർ, എന്തിനാണ് നമ്മളിത് റീസെൻസറിങ്ങിന് കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു വാക്ക് പറയാമായിരുന്നു. പക്ഷേ നിങ്ങൾ റീസെൻസറിങ്ങിന് കൊടുത്തതോടുകൂടിയാണ് കാര്യങ്ങൾ വീണ്ടും വഷളാകുന്നത്. സോ അതൊരു വളരെയധികം സ്ട്രോങ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നും വിശ്വസിക്കുന്നു. ബട്ട് സ്റ്റിൽ പൃഥ്വി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, എയറിലുണ്ടായിരുന്ന കുറച്ച് സംശയങ്ങൾ തീർത്തുകൊണ്ടാണ് വിലായത് ബുദ്ധയുടെ പ്രൊമോഷൻ പരിപാടിയിനിടയിൽ പൃഥ്വി ഈ കാര്യം പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തു. സോ ആ ഒരു സാഹചര്യവും കൂടി നിലവിൽ നിൽക്കുകയാണ്. അങ്ങനെ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ലാലേട്ടനുമായി ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും ഇപ്പോൾ ഒരു ഇടയ്ക്കൊരു ബോയ്ക്കോട്ട് കണ്ടല്ലോ മക്കളെ. അതെന്തുവാ? ബോയ്ക്കോട്ട് മേജർ രവി. അതായിരുന്നു സംഭവം. അതായത് എന്ത് സംഭവം? ലാലേട്ടൻ മേജർ രവിയുമായിട്ടൊരു സിനിമ ചെയ്യുന്നതായിട്ടൊരു അനൗൺസ്മെൻറ്റ് വരുന്നു. പെഹൽഗാം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടാണ് ആ സിനിമ. അപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പൂജയുടെ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നു. മേജർ രവിയുടെ സ്ക്രിപ്റ്റ് ബൗണ്ടിങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. സോഷ്യൽ മീഡിയയിലും എക്സിലും FBയിലും ഇൻസ്റ്റഗ്രാമിലും സ്നാപ്ചാറ്റിലും ഒക്കെ തരംഗമാകുന്നു. എന്താണ്? ബോയ്ക്കോട്ട് മേജർ രവി. എന്തിനാണ് മോഹൻലാൽ 2025 പോലൊരു വർഷത്തിൽ ഇത്രയധികം ബ്രഹ്മാണ്ഡ സിനിമകൾ, ബോക്സ് ഓഫീസ് കളക്ഷനുകൾ നിരത്തിവെച്ച നായകൻ മേജർ രവി പോലൊരു സംവിധായകൻ്റെ കൂടെ സിനിമ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതായിരുന്നു നെറ്റിസൻസിൻ്റെ ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാണ്ടഹാറും 1971 ബിയോണ്ട് ബോർഡേഴ്സും തുടങ്ങിയ സിനിമകളൊക്കെ നൽകിയ മേജർ രവിയുടെ മുമ്പിൽ എന്തിനാണ് സാർ പോയി സിനിമ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ മേജർ രവി പെഹൽഗാമിൽ പോയി ആദ്യഘട്ട ഷൂട്ടിങ്ങും കഴിഞ്ഞു സാർ. അതാണ് ഇതിൻ്റെ കോമഡി. അതായത് മേജർ രവി ഷൂട്ടിങ്ങും കഴിഞ്ഞു, ആദ്യഘട്ടത്തെ ഷെഡ്യൂളും കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ നമുക്ക് പറയാനുള്ളത്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. പെഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ ഇസ് ഓൺ ഫ്ലോർസ്. അതിൻ്റെ ആദ്യഘട്ട ഷൂട്ടിംഗ് ഷെഡ്യൂൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഔദ്യോഗിക വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഇവിടെ ബോയ്ക്കോട്ട് മേജർ രവി പരിപാടിയൊക്കെ നടക്കുമ്പോൾ മേജർ രവി അവിടെ ക്രൂവിനെയും കൊണ്ട് പെഹൽഗാമിൽ പോയി ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നുള്ളതാണ് പറയേണ്ടത്. അറിയാത്തവർക്ക് വേണ്ടി അറിയുന്നതാണ്. കഴിഞ്ഞ ദിവസം ആണ് അവർ ഒഫീഷ്യലി അത് പുറത്ത് പറയുന്നത്. ആ ഒരു പുറത്ത് പറയുന്ന പശ്ചാത്തലത്തിൽ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു സൈനിക പടം തന്നെയായിരിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വളരെ ഗംഭീരമായ ക്രൂ ആണ് ഈ സിനിമയിലുള്ളത്. തിരുവാണ് ക്യാമറ ചെയ്യുന്നത്. ആനിമൽ എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ് ഈ സിനിമയിൽ കൊളാബറേറ്റ് ചെയ്യുന്നത്, മലയാളിയാണ്. അങ്ങനെ വലിയ ഗംഭീരമായ ക്രൂ. കീച്ചയാണ് അതിൻ്റെ
സ്റ്റണ്ട് ഡയറക്ഷൻ ചെയ്യുന്നത്. അങ്ങനെ വളരെ ഗംഭീരമായൊരു ക്രൂ തന്നെയാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. ഒപ്പം മേജർ രവി വിത്ത് മോഹൻലാൽ എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും അൺഒഫീഷ്യലാണ് കേട്ടോ. മോഹൻലാലിൻ്റെ ഒരു അടുത്ത സിനിമയായിട്ട് ഇത് വരുന്നു എന്നുള്ള പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. പക്ഷേ പെഹൽഗാമിൻ്റെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത സിനിമയാണ് മേജർ രവി ചെയ്യുന്നതെന്ന് വന്നിരുന്നു. അതിൻ്റെ ഔദ്യോഗികമായി അതിൻ്റെ ആദ്യഘട്ട ഷൂട്ടിങ്ങും കൂടി പൂർത്തിയായിട്ടുണ്ട്. ശരി, പെഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ ചിലപ്പോൾ മോഹൻലാലാണ് നായകൻ എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ലായിരിക്കും. പക്ഷേ മോഹൻലാലിൻ്റെതായി ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് വന്നൊരു സിനിമയുണ്ട്. ഓസ്റ്റിൻ ഡാൻ തോമസിൻ്റെ സംവിധാനത്തിൽ ലാലേട്ടൻ പോലീസ് വേഷത്തിലെത്തുന്ന L365 എന്നുള്ളതാണ് ആ സിനിമയുടെ പേര്. ആ സിനിമ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സെർച്ചിങ് ആണ്, ഹാഷ്ടാഗ്സിൽ വളരെയധികം ട്രെൻഡിങ്ങുമാണ്. അപ്പോൾ ആ നിൽക്കുന്ന സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്യാൻ പോകുന്നത് ഷാജി കുമാറാണ്. ഷാജി കുമാർ, അതായത് മലയാളം ബോക്സ് ഓഫീസ് കൊമേഴ്ഷ്യൽ സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമാറ്റോഗ്രാഫർ ഉണ്ടെങ്കിൽ ദാറ്റ് ഷാജി കുമാർ. ഷാജി കുമാർ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നോക്കണ്ട, തുടരുമൊക്കെ ചെയ്ത അതേ ഷാജി കുമാർ തന്നെയാണ്. പുലിമുരുകനും തുടരുമൊക്കെ തന്നെ ആ ഒരു ബ്ലോക്ക് ബസ്റ്റർ കോംബോ തിരികെ വരികയാണ് ഗൈസ്. അങ്ങനെ L365 ഇസ് ബീങ് റോൾഡ് ബൈ ഷാജി കുമാർ എന്നുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കുറച്ചധികം ക്രൂവും ഈ സിനിമയുമായിട്ട് അണിനിരക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയും കൂടിയാണല്ലോ L365 എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമ എങ്ങനെയായിരിക്കും ലാലേട്ടൻ പ്രത്യേകിച്ച് പോലീസ് വേഷത്തിലേക്ക് വരുമ്പോഴേക്കും ഈ ട്രോൾ എന്ന പരിപാടി ഉണ്ടല്ലോ, ഈ താടിയുടെ ട്രോൾ, ലാലേട്ടനെ വെച്ചിട്ട് താടിയുടെ ട്രോൾ, അങ്ങനെ താടിയുമായിട്ട് ലാലേട്ടൻ എത്തുന്നതാണോ അല്ലെങ്കിൽ ഫുൾ ക്ലീഷയുമായിട്ട് എത്തുകയാണോ തുടങ്ങിയതിൻ്റെ നിരവധി ചോദ്യങ്ങൾ സംശയങ്ങളൊക്കെ നിൽക്കുകയാണ്. ആ സംശയങ്ങൾക്കൊക്കെ ഒരു ഉത്തരവും കൂടിയായിരിക്കും ആ സിനിമ എന്ന് പറയുന്നത്. എന്തായാലും സിനിമകളുടെ അപ്ഡേറ്റുകളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് റേച്ചലാണ്. റേച്ചൽ കുറേ നാൾക്ക് മുമ്പ് ഷൂട്ട് തുടങ്ങിയ ഒരു സിനിമയും കൂടിയാണ് റേച്ചൽ ഇപ്പോൾ ഡിസംബർ 6 തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. ഹണി റോസാണ് പ്രധാന വേഷത്തിൽ ആ സിനിമയിലേക്ക് എത്തുന്നത്. സിനിമയുടെ ട്രെയിലർ ലോഞ്ച് കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ നടന്നത്. കുറേ ക്രൗഡ് ഉണ്ടായിരുന്നു, ഭയങ്കര ക്രൗഡായിരുന്നു. അത് കാണാൻ ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു ഹണി റോസിനെ കാണാനും. ഹണി റോസിന് ഒരു വ്യത്യസ്ത ഗെറ്റപ്പിലാണ് ഈ സിനിമ വരുന്നത്. മാത്രമല്ല ഒരു പുതിയ രീതിയിൽ ഹണി റോസിനെ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു സർപ്രൈസും എലമെൻസും ഒക്കെ ഈ ട്രെയിലറിനകത്ത് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ട്രെയിലർ തന്നെയാണ്. അത് ഹണിയുടെ പുതിയൊരു വേർഷൻ കാണാൻ സാധിക്കുന്ന പോലെ ട്രെയിലർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ വളരെ ഒരു കരിയർ ഓറിയൻറ്റഡ് രീതിയിലേക്കാൾ ഉപരി ഒരു ആ ക്യാരക്ടറിന് ഒരുപാട് ലെയേഴ്സ് ഉള്ള പോലെ ഒരു ഫീലൊക്കെ ട്രെയിലർ നൽകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും കൂടി വരുമ്പോഴേക്കും എങ്ങനെയായിരിക്കും ഹണി റോസിൻ്റെ പ്രകടനം എന്നുള്ളത് വളരെയധികം ഉറ്റുനോക്കുന്നൊരു പ്രേക്ഷകനും കൂടിയാണ് ഞാൻ. ഡിസംബർ 6 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കുറച്ചധികം നാളായിട്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 6 തിയേറ്ററുകളിലേക്ക് ഈ സിനിമ എത്തുന്നത്. ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കൂടി പങ്കുവയ്ക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ നായികയായിട്ട് ഹണി റോസും വന്നിട്ടുണ്ടല്ലോ പല സിനിമയിൽ. ഇപ്പോൾ മോൺസ്റ്റർ പോലൊരു സിനിമ, ഇട്ടിമാണി, ഇതിലൊക്കെ ഹണി റോസും ലാലേട്ടനും തമ്മിൽ ഒരുമിച്ച് സിനിമയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലാലേട്ടൻ്റെ നായികമാരുടെ കൂട്ടത്തിലെ ഒരു നായികയാണ് മീര വാസുദേവൻ. തന്മാത്ര എന്ന സിനിമയിലാണ് മീര നായികയായി എത്തിയത്. മീര മൂന്നാമത്തെ വിവാഹവും വിവാഹമോചിതയായിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആ വാർത്തയിനാണ്, മീരയുടെ പോസ്റ്റിങ്ങിനാണ് ആക്ട്രസ് മീര വാസുദേവൻ AKA ഒഫീഷ്യൽ മീര വാസുദേവൻ ഒഫീഷ്യലി ഡിക്ലെയർ ദാറ്റ് I am now single since August 2025. I am at a most wonderful and peaceful phase of my life എന്നുള്ളതാണ് ആ പോസ്റ്റ്. എന്തായാലും 43 വയസ്സുകാരിയായ മീര വാസുദേവൻ മൂന്നാമത്തെയും വിവാഹമോചിതയായിരിക്കുകയാണ് എന്നുള്ളതാണ് വാർത്ത. പ്രത്യേകിച്ച് മീരയുടെ സിനിമഗ്രാഫിയും പിന്നീട് സീരിയലുകളൊക്കെ ചെയ്താണ്. ഇപ്പോൾ കുടുംബങ്ങളൊക്കെ തുടങ്ങിയ സീരിയലൊക്കെ മീര ചെയ്താണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ മീര എല്ലാവർക്കും അറിയാവുന്നതാണ്. മീര കഴിഞ്ഞ വർഷമാണ് മൂന്നാമത് വിവാഹിതയായത്. 1 വർഷം പോലും നീണ്ടു നിൽക്കുന്ന ദാമ്പത്യ ബന്ധം അവസാനിപ്പിച്ചുകൊണ്ടാണ് മീര ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അതെന്തിൻ്റെയാണ് പശ്ചാത്തലത്തിൽ തുടങ്ങിയ ചോദ്യങ്ങളോ സംശയങ്ങൾക്കൊക്കെ നിൽക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ മീരയെ കുഴപ്പമില്ല, സാരമില്ല, വിയോ വ്യത്യു എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കമൻസ് ഒക്കെ നിൽക്കുന്നത്. ജോൺ കൊക്കൻ എന്ന നടൻ മീരയുടെ ഭർത്താവായിരുന്നു. ജോൺ കൊക്കനും വളരെ ഫേമസ് ആയിട്ടൊരു നടൻ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പശ്ചാത്തലം, എന്തുകൊണ്ടാണ് വിവാഹബന്ധം അവസാനിപ്പിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും മീര മറുപടിയൊന്നും നൽകുന്നില്ല. മീര വളരെയധികം സുപരിചിതയാണ് പ്രേക്ഷകർക്കിടയിൽ. മാത്രമല്ല മീര ഇട്ടേക്കുന്ന ഈ പോസ്റ്റിനെ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വെച്ചേക്കുകയാണ്. പിന്നീടുള്ള വാർത്തകളിലൊക്കെയാണ് ഇത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയും മീരയുടെ ആരാധകർ മീരയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു പശ്ചാത്തലവും കൂടി ഉണ്ടാവുകയും ചെയ്തു. സോ വാട്ട് ഈസ് ദ റീസൺ, കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ആ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് മീര ഈ ഒരു പോസ്റ്റ് കൂടി ഇട്ടേക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. അങ്ങനെ മലയാള സിനിമയിൽ വീണ്ടും ഒരു ഡിവോഴ്സ് വാർത്ത വരുന്നു എന്നുള്ളത് ഒഫീഷ്യലി ആയിട്ടും കൂടി പറഞ്ഞൊരു പശ്ചാത്തലത്തിലാണ് മീരയുടെ ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. യെസ്, അങ്ങനെ എൻ്റെ കയ്യിലിരിക്കുന്ന ചായയും പൂർത്തിയായി. അതുകൊണ്ട് തന്നെ നമ്മൾ വൈറൽ ചായ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വൈറൽ ചായ അവസാനിക്കുകയാണ്. നാളെ പുതിയ സിനിമാ വാർത്തകൾ, വിശേഷങ്ങൾ, ഗോസിപ്പുകൾ, ട്രെൻഡിങ്ങുകൾ എല്ലാമായിട്ട് വരും. ഗുഡ് ബൈ.